ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് നടനും കൂടിയായ പ്രേംകുമാർ. കവി സച്ചിദാനന്ദൻ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിട്ടും സച്ചിദാനന്ദനെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല. അപ്പോൾ തന്നെ എന്തിനു മാറ്റി? അതിൽ ഒരു ഔദ്യോഗിക അറിയിപ്പ് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. സച്ചിദാനന്ദൻ എന്തോ അത്ഭുത സിദ്ധിയുണ്ട് എന്ന് പറഞ്ഞ് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രേംകുമാർ. എല്ലാ തിരക്കുകൾക്കിടയിലും താൻ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് പ്രവർത്തിച്ചു. എന്നിട്ടും ഒരു മതിയായ നല്ല രീതിയിലൊരു യാത്രയയപ്പ് പോലും തനിക്ക് നൽകിയില്ല. അറ്റ്ലീസ്റ്റ് എന്തിനു വേണ്ടി മാറ്റി എന്നതെങ്കിലും പറയാമായിരുന്നു എന്നാണ് പ്രേംകുമാർ പറയുന്നത്. ആശാസമരത്തെ അനുകൂലിച്ചതിൻ്റെ പേരിലാണ് തന്നെ മാറ്റിയത്. പക്ഷേ തനിക്ക് നീതി നിഷേധമുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അക്കാര്യത്തിൽ ഒരു വിശദീകരണമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ സ്വാഭാവിക നടപടിയുടെ ഭാഗമായിട്ടാണ് പ്രേംകുമാറിനെ മാറ്റിയത്, അല്ലാതെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിലല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. യഥാർത്ഥത്തിൽ പ്രേംകുമാറിന്റെ കാര്യത്തിലുണ്ടായത് നീതി നിഷേധമാണോ എന്ന് നമുക്ക് നോക്കാം. പ്രമോസൻ എന്താണ് തോന്നുന്നത്? ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ തന്നെയായിരുന്നു അന്ന് പ്രേംകുമാറിനെ മാറ്റിയത്. പക്ഷേ എന്തുകൊണ്ട് സച്ചിദാനന്ദന്റെ കാര്യത്തിൽ അത് എടുക്കുന്നില്ല? അല്ല, സച്ചിദാനന്ദന്റെ കാര്യത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണല്ലോ ശരി. ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റാനുള്ള ഒരു പൊസിഷനിലല്ലല്ലോ അവരിയ്ക്കുന്നത്. അതിപ്പോൾ സാഹിത്യ അക്കാദമി ചെയർമാനായാലും പിന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായാലും മാറ്റാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ ശരി. കാരണം അതെ, അപ്പോൾ അതാണ് തെറ്റ്. പിന്നെ പ്രേംകുമാറിനോട് ചെയ്തത് തെറ്റ് തന്നെയാണ്, സച്ചിദാനന്ദനോട് ചെയ്തത് ശരിയുമാണ്. ആ നിലയ്ക്ക് മാറ്റിയില്ല എന്നുള്ള അർത്ഥത്തിൽ. മാത്രമല്ല, ഇവരൊക്കെ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ സംഗതി. ഇപ്പം അക്കാഡമിയുടെ പിന്നെ തലപ്പത്തിരിക്കുന്ന ആളുകൾ സർക്കാരിൻ്റെ പിന്നെ സേവകരൊന്നും അല്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയണം. അത് സ്വാഭാവികമാണ്. അതിന് നമ്മൾ അങ്ങനെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ അതാണ് പ്രേംകുമാറിൻ്റെ കാര്യത്തിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വാദവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഉള്ള വിയോജിപ്പ്. അതാണ് അദ്ദേഹം പറയുന്നത്, എന്നോട് ചെയ്തതുപോലെ എന്തുകൊണ്ട് സച്ചിദാനന്ദനെ നീക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു ശരിയായ കാര്യമല്ല. അദ്ദേഹം പറയേണ്ടത് സച്ചിദാനന്ദൻ തുടർന്നത് ശരിയാണ്, അപ്പോൾ എന്നോട് കാണിച്ചത് അനീതിയാണെന്നുള്ളത്. മാത്രമല്ല, പിന്നെ പ്രേംകുമാർ പറയുന്നതിനകത്ത് പിന്നെ നമുക്ക് യോജിക്കാനുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഈ പറയുന്ന ഈ ലോജിക്കിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മുഴുവൻ യോജിക്കാൻ കഴിയുന്നതാണ്. കാരണം ഒന്നാമതായിട്ട് ആ സാഹചര്യം നമുക്കറിയാമല്ലോ. ഒന്ന്, രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റേണ്ടി വരുന്നു പ്രത്യേക സാഹചര്യത്തിൽ. നടക്കാൻ പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. പിന്നീട് അങ്ങോട്ട് അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ചലച്ചിത്രമേള ഉൾപ്പെടെ അവാർഡുകളുടെ തീരുമാനങ്ങൾ ഉൾപ്പെടെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യേണ്ട ഒരു സന്ദർഭത്തിലാണ് പ്രേംകുമാറിലേക്ക്, അദ്ദേഹം വൈസ് ചെയർമാനായിരുന്നു, അദ്ദേഹത്തിന് ഈ ചുമതല കൈവരുന്നത്. അപ്പോൾ അത് അദ്ദേഹം വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് മന്ത്രിയും അതുപോലെ തന്നെ അവിടുത്തെ എല്ലാവരും തന്നെ സമ്മതിച്ചതാണ്. പൊതുവിൽ ആ ചലച്ചിത്രമേള 29ാമത്തെ ചലച്ചിത്രമേള വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തതാണ്. അതിനകത്ത് വളരെ ആത്മാർത്ഥമായി അദ്ദേഹം ഇടപെട്ടു, അതിനുവേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചു. അതൊക്കെ അദ്ദേഹം പറയുന്നത് ശരിയുമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള കഠിനമായ ശ്രമം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് നമ്മളെല്ലാവരും തന്നെ അത്ഭുതപ്പെട്ടിരുന്നു. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് മാറ്റാൻ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് റസൂൽ പൂക്കുട്ടിയെ നിയമിക്കുന്നു, അദ്ദേഹത്തെ മാറ്റുന്നു. അത് ആ സമയത്ത് ഞാൻ നോക്കുമായിരുന്നു, ഇപ്പോൾ വീണ്ടും എടുത്തു നോക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം, പ്രേംകുമാറിൻ്റെ ആ സമയത്തുള്ള പ്രതികരണം. അദ്ദേഹം ഒന്നും കമ്മിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്നെ അറിയിച്ചില്ല എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ കാര്യമല്ലേ, അപ്പോൾ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അല്ലാതെ എനിക്ക് അതിനകത്തൊന്നും പറയാനിപ്പോൾ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല എന്ന രീതിയിൽ അദ്ദേഹം മാറിയതൊക്കെ. അപ്പോൾ യഥാർത്ഥത്തിൽ ആ സമയം തൊട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇതുണ്ട്. പക്ഷേ അത് പറയാനുള്ള ഒരു സന്ദർഭം ഇപ്പോഴാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് സത്യമായിരുന്നു എന്ന് വീണ്ടും തെളിയാണ്. അന്ന് ആരും അത് അംഗീകരിച്ചിരുന്നില്ല. പ്രേംകുമാർ ഉൾപ്പെടെ ഈ ആശാസമരത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനമാണ് അദ്ദേഹത്തെ മാറ്റാൻ കാരണമെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നില്ല. പൊതുവിൽ മാധ്യമങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ഇപ്പോൾ അത് സമ്മതിച്ചിരിക്കുന്നു. ഇപ്പോൾ അത് വ്യക്തമാണ്. ആ നിലയ്ക്ക് കൂടിയാണ് അത് വാർത്തയാവുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ വേറൊരു ഒപ്പീനിയൻ പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ മാറ്റിയത്. മാത്രവുമല്ല, അദ്ദേഹത്തോട് വളരെ ഒട്ടും സെറിമോണിയസ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ള ഒരു സംഗതിയും കൂടി. അദ്ദേഹത്തെ ഒന്നും അറിയിച്ചില്ല, അദ്ദേഹത്തോടൊന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു ലെറ്റർ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് കൈമാറിയിട്ടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ ഒരു വളരെ മോശം കാര്യമാണ് എന്ന് തന്നെ പറയുന്നത്. സർക്കാരിൻ്റെ സംവിധാനത്തിനകത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അത് എത്രയും കമ്മിറ്റഡ് ആയിരുന്നുള്ള ഒരാളോട് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അത് അദ്ദേഹം ഉന്നയിക്കുന്നതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്തുള്ള അത് ഉന്നയിക്കാനുള്ള ഒരു ധാർമ്മികമായൊരു
അവകാശം അദ്ദേഹത്തിനുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ വിചാരിക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തന്നെ സർക്കാരിന് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യങ്ങളുമാണ് എന്നുള്ളതാണ്. ഒരാളെ അക്കാഡമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനും അത് അന്ന് അദ്ദേഹം അത് തന്നെ പറഞ്ഞത്, സർക്കാരിൻ്റെ നടപടിയല്ല, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, ഞാനായിട്ട് അതിനകത്ത് ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂടി ചേർക്കാനുള്ളത്, ഇപ്പോൾ ഒപ്പീനിയൻ ആണല്ലോ പ്രശ്നം. ഇപ്പോൾ സച്ചിദാനന്ദൻ്റെ ഒരു അഭിപ്രായം പറയുന്നു, അത് വലിയ വിവാദമാവുന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് അദ്ദേഹത്തിന് തുടരാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നതിനകത്തുള്ള ഫൂളിഷ്നെസ് നമ്മൾ കണ്ടു. മറ്റൊരു ഭാഗത്ത് നോക്കണം, ഈ അഭിപ്രായം എന്ന് പറയുന്ന അതിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് എന്ത് കാര്യത്തിലാണുള്ള. ഇപ്പോൾ പ്രേംകുമാർ പറഞ്ഞ എന്തായിരുന്നു അഭിപ്രായം? കൊച്ചിയിൽ ഒരു വലിയ സാംസ്കാരികോത്സവം നടത്താൻ പോവുകയാണ് സർക്കാർ, വലിയ തുക ചെലവഴിച്ച് ഒരു സാംസ്കാരികോത്സവം ഡിസംബറിലോ മറ്റോ നടത്താൻ പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, നമ്മൾ ഇവിടെ ഈ പട്ടിണി കിടന്ന് ഇവിടെ സമരം നടത്തുന്ന നമ്മുടെ ആശാ സഹോദരിമാർക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് വേണ്ടി നമ്മൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ നമുക്ക് ആളുകൾ നമ്മളെക്കുറിച്ച് പറയും. ആ അഭിപ്രായത്തിന് എന്താണ് കുഴപ്പം? ആ അഭിപ്രായത്തിന് ആ അഭിപ്രായം ശരിയായിരുന്നു എന്ന് പിന്നീട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം 2000 രൂപ വരെ 2 സന്ദർഭങ്ങളിലായിട്ട് സർക്കാർ ആശമാർക്ക് കൂട്ടിക്കൊടുത്തു. കഴിയാത്ത കാര്യമായിരുന്നില്ല. അതപ്പോൾ ദുർവാശിയുടെ പേരിൽ മാത്രം അന്ന് ചെയ്യാതിരിക്കുകയും ഇന്നിപ്പോൾ ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? പ്രേംകുമാർ എന്ന് പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് നമുക്കിപ്പോൾ വ്യക്തമാണ്. ഒന്നങ്ങനെ. മറിച്ച് റസൂൽ പൂക്കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ നോക്കൂ. റസൂൽ പൂക്കുട്ടി ചെയർമാൻ ആയതിനു ശേഷം അദ്ദേഹം നടന്ന IFFKയുടെ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലേ? അത് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണ് അത് നടന്നത്. അത് പോട്ടെ, അത് നേരത്തെ തന്നെ അദ്ദേഹം അത് പറഞ്ഞിരുന്നതാണ്. മറിച്ച് അവിടെ 6 സിനിമകൾ പ്രദർശിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിൽ റസൂൽ പൂക്കുട്ടി നടത്തിയ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞത്, ഇത് രാജ്യം ആണ് പ്രധാനം, രാജ്യത്തിൻ്റെ വിദേശ നയവുമായി പൊരുത്തപ്പെടാത്ത സിനിമകളായതുകൊണ്ട് നമ്മളത് പ്രദർശിപ്പിക്കുന്നില്ല. അക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രാജ്യത്തിൻ്റെ വിദേശ നയത്തിന് അനുസൃതമായിട്ടുള്ള സിനിമകൾ മാത്രമേ ഇവിടെ പാടുള്ളൂ, നാഷൻ ഫസ്റ്റ് എന്നുള്ള തരത്തിൽ. അതെന്തൊരു തരം അതാണ് ഒരു കലാകാരൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ട അഭിപ്രായം അതാണോ എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഒരു ഇടത് സർക്കാരാണ്. ആ ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള അഭിപ്രായത്തോടാണ് വിയോജിക്കേണ്ടത്? റസൂൽ പൂക്കുട്ടി പറഞ്ഞ തരത്തിലുള്ള അഭിപ്രായത്തോടാണോ വിയോജിക്കേണ്ടത്, അതോ ഈ പ്രേംകുമാർ പറഞ്ഞ അഭിപ്രായത്തോടാണ്? സാധാരണ നിലയിൽ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ഒരാൾ വിചാരിക്കുക റസൂൽ പൂക്കുട്ടി പറഞ്ഞതിൽ തെറ്റില്ല, പ്രേംകുമാർ പറഞ്ഞതിൽ തെറ്റില്ല, റസൂൽ പൂക്കുട്ടി പറഞ്ഞതാണ് കുറച്ചുകൂടി നമുക്ക് യോജിക്കാൻ കഴിയാത്ത. കലാകാരന്മാരുടെ സ്വാതന്ത്ര്യത്തിനാണ് ഒരു കലാകാരൻ മുൻഗണന നൽകേണ്ടത്, അല്ലെങ്കിൽ ഒരു അക്കാഡമി മുൻഗണന നൽകേണ്ടത് എന്ന നിലയിലാണ് അതിനെ കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം അതാണ്. അപ്പോൾ ഈ അഭിപ്രായം എന്ന് പറയുന്നത് അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ സർക്കാർ എടുക്കുന്ന നിലപാടിനെതിരായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ അത് ചീത്തയും, അല്ലാതെ മറ്റൊരു തരത്തിലുള്ള അഭിപ്രായത്തിന് യാതൊരു കുഴപ്പമില്ല എന്നുള്ള ഒരു സംഗതി വരിക. അപ്പോൾ അതും കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. പ്രേംകുമാറിൻ്റെ ഇന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക ഒരു മനുഷ്യൻ എന്ന നിലയിൽ സ്വാഭാവികമായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ്. അതിൽ ഒന്നും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ ഒരു ലോജിക്ക് അദ്ദേഹം അത് മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. അജൻ സർ, സച്ചിദാനന്ദൻ്റെയും അതുപോലെ തന്നെ പ്രേംകുമാറിൻ്റെയും കാര്യത്തിൽ 2 നിലപാടായി പോയോ സർക്കാരിനോ? ഇതിപ്പോൾ 3 നിലപാട് പ്രമോദ് സാർ പറഞ്ഞല്ലോ. റസൂൽ പൂക്കുട്ടിയുടെ നിലപാടുണ്ട്. അപ്പോൾ ഇതിലെ വ്യക്തി തന്നെയാണ് പ്രശ്നം. അപ്പോൾ പ്രേംകുമാറും റസൂൽ പൂക്കുട്ടിയും സച്ചിദാനന്ദനും ഇങ്ങനെ ത്രാസിൽ വെച്ച് നോക്കുമ്പോൾ LDF സർക്കാരിനെ സംബന്ധിച്ച് സച്ചിദാനന്ദൻ്റെയും റസൂൽ പൂക്കുട്ടിയുടെയും തട്ട് താണിരിക്കും. കാരണം ഒരാൾ ഓസ്കാർ വിന്നറാണ്. സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ കളക്കാൻ കഴിയുന്ന സ്കെയിൽ ഉള്ള ആളല്ല, അതിനപ്പുറമുള്ള ഒരാളാണ്. പ്രേംകുമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രേംകുമാർ കുറേ കോമഡി ചിത്രങ്ങൾ ചെയ്ത ഒരാൾ എന്നായിരിക്കും LDF സർക്കാർ വിചാരിക്കുന്നുണ്ടാവുക. കുറേ കോമഡി റോളുകൾ ചെയ്തൊരു നടൻ. അപ്പോൾ വ്യക്തിപരമായിട്ടാണ് അതിൽ ആളുകൾ അളക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം ഒരേ തെറ്റാണ് ഇവരൊക്കെ ചെയ്തത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സച്ചിമാഷും എന്താണ് ആശാ വർക്കർ സമരത്തെ പിന്തുണച്ച ഒരാളാണ്, പിന്തുണച്ചുകൊണ്ട് ആ കത്തിൽ ഒപ്പിട്ട ആളാണ്. റസൂൽ പൂക്കുട്ടി സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമായി, സാംസ്കാരിക മന്ത്രിയുടെയും സർക്കാരിൻ്റെയും നിലപാടിന് വിരുദ്ധമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തിയ ആളാണ്. പ്രേംകുമാർ വളരെ മൈൽഡായിട്ടാണ് പറഞ്ഞത് ആശാ സമരത്തെക്കുറിച്ച്. ആശാ സമരത്തെ പിന്തുണയ്ക്കുന്നതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് മറ്റു ദൂരത്തുകൾ ഒഴിവാക്കി ഇവരുടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർക്ക് 3 പേരിൽ ഒരാളോട് മാത്രം മോശം സമീപനം എന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അതിനർത്ഥം പ്രേംകുമാറിന് അത്രേ വാല്യൂ ചെയ്യുന്നുള്ളൂ LDF സർക്കാർ എന്നുള്ളതാണ്. ഇപ്പോൾ സച്ചിദാനന്ദൻ പറഞ്ഞത് എന്താണ്? തുടർഭരണം ആപത്താണ് എന്നൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്. വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, LDFനെ സംബന്ധിച്ച് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്, CPM സംബന്ധിച്ചും ആ പ്രസ്താവന. അവരത് അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി ആരൊക്കെയാണ് പോയത്? അശോകൻ ചെരുവിൽ പോകുന്നു, KV അബ്ദുൽ ഖാദർ പോകുന്നു, അദ്ദേഹം ആ വാദം ആവർത്തിക്കുന്നു. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം സച്ചിദാനന്ദനെ ഇപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ
ശാസിച്ചാൽ, എതിരഭിപ്രായം പറഞ്ഞാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയാൽ അത് വലിയ തോതിലുള്ള ഡാമേജ് പിന്നീട് ഉണ്ടാക്കും. അദ്ദേഹത്തെ അനുനയിപ്പിക്കുക എന്നുള്ളതാണ് LDFിനുള്ള ഒരേ ഒരു പോംവഴി. അദ്ദേഹത്തിൻ്റെ നിലപാട് കുറച്ച് മയപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ചെടുക്കുക എന്ന് മാത്രമേ LDFിന് ചെയ്യാനുള്ളൂ. വേറൊന്നും അദ്ദേഹത്തെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു കീഴടങ്ങൽ സ്വഭാവം പ്രകടിപ്പിക്കുന്നു. റസൂൽ പൂക്കുട്ടിയുടെ കാര്യത്തിൽ എന്താണ്? റസൂൽ പൂക്കുട്ടി പറഞ്ഞത് തികച്ചും വലതുപക്ഷ രാഷ്ട്രീയമാണ്. അതായത് കേരളത്തിൽ പ്രദർശിപ്പിക്കാനിരിക്കുന്ന 6 സിനിമകൾക്ക് അനുമതി നിഷേധിക്കുന്ന നിലപാടിൽ അത് എന്താണ് വിദേശ നയത്തിന്, ഏത് വിദേശ നയത്തിനാണ് വിരുദ്ധമായതാണ് ആ സിനിമകൾ? ഇന്ത്യയുടെ ഏത് വിദേശ നയത്തിനാണ് അത് വിരുദ്ധമായത്? അത് റസൂൽ പൂക്കുട്ടി വിശദീകരിക്കണം. മറ്റൊന്ന് നാഷൻ ഫസ്റ്റ്. നാഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരുടെ മുദ്രാവാക്യം? നാഷണല്ല ഫസ്റ്റ്, ഇവിടെ സിറ്റിസൺ ഫസ്റ്റ്. മനുഷ്യന്മാരാണ് ആദ്യം പ്രശ്നം. ഈ രാജ്യത്തിനകത്ത് ഭരണഘടന അംഗീകരിച്ച് ജീവിക്കുന്ന പൗരന്മാരാണ് ഫസ്റ്റ്, അതിനുശേഷം നാഷൻ. മനുഷ്യരാണ് പ്രശ്നം, നാഷനല്ല പ്രശ്നം. ഈ മനുഷ്യരോട് ചേർന്നാണ് നാഷൻ. അപ്പോൾ ആ വാദം, ഈ നാഷൻ ഫസ്റ്റ് എന്നുള്ള വാദം ഞാൻ അർണബ് ഗോസ്വാമിയൊക്കെ പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. പിന്നെ കേൾക്കുന്ന റസൂൽ പൂക്കുട്ടിയിൽ നിന്നാണ്. അവിടെയും സാംസ്കാരിക മന്ത്രിക്കോ LDF സർക്കാരിനോ ഒരു മറുപടിയും പറയാനില്ല. അദ്ദേഹത്തെ തിരുത്താൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഓസ്കാർ ജേതാവാണ്. ഓസ്കാർ ജേതാവായതുകൊണ്ട് അത് തിരുത്താൻ പറ്റുന്നില്ല. അതേസമയം പ്രേംകുമാർ അങ്ങനെയുള്ള ഒരാളല്ല. അദ്ദേഹം അങ്ങനെ വലിയ അച്ചീവ്മെൻറ്റ് നേടിയിട്ടുള്ളൊരു നടനല്ല എന്ന് LDF സർക്കാരിന് അറിയാം. അപ്പോൾ അതുകൊണ്ട് ആ നടപടി സ്വീകരിച്ചു. അപ്പോൾ ഇതിലൊരു പ്രശ്നം, ഈ സാംസ്കാരിക പ്രവർത്തകരുടെ അഭിപ്രായ പ്രകടനത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് വർഷം പിന്നോട്ട് പോകണം. നമ്മളൊരു നിൽപ്പ് സമരം ഓർമ്മയുണ്ടാവും 2014 കാലത്ത്. അത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. 2015 തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് 2014 നിൽപ്പ് സമരം, ആദിവാസികളുടെ നിൽപ്പ് സമരം സെക്രട്ടറിയുടെ മുമ്പിൽ നടക്കുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്. അതും UDF സർക്കാർ നൽകിയിട്ടുള്ള പല പ്രോമിസുകളും പാലിക്കപ്പെട്ടിട്ടില്ല. വനഭൂമി വിതരണം നടന്നിട്ടില്ല. തുടങ്ങി ആദിവാസികളുടെ പല ഡിമാൻഡ്സും മുന്നോട്ട് വെച്ചാണ്. ആ നിൽപ്പ് സമരത്തെ കേരളത്തിലെ സാംസ്കാരിക പ്രവർത്തകർ ഒറ്റക്കെട്ടായിട്ട് പിന്തുണച്ചു. കോൺഗ്രസ് പാർട്ടിക്കകത്തെ ഒരു നേതാവായ ലീഡറായ VM സുധീരനെ സമരപ്പന്തലിൽ ചെന്നു. അപ്പോൾ ഒരു വശത്ത് സാംസ്കാരിക പ്രവർത്തകരുടെ അതിശക്തമായ സമ്മർദ്ദം, VM സുധീരൻ നേരിട്ട് സമരപ്പന്തലിൽ ചെല്ലുന്നു. സർക്കാർ താഴേക്ക് ഇറങ്ങി വന്നു. ആ നിൽപ്പ് സമരം പരിഹരിച്ചു. അതേസമയം നമ്മൾ ഇൻ കോൺട്രാസ്റ്റ് നമ്മൾ ആശാ സമരത്തിലേക്ക് പോവുക. സെയിം തന്നെയാണ്. ആശാമാർ അവിടെ സമരം ചെയ്യുന്നു. സാംസ്കാരിക യോഗം, സച്ചിമാഷ് ഉൾപ്പെടെയുള്ളവർ അതിനെ പിന്തുണയ്ക്കുന്നു. സമൂഹത്തിലെ വ്യത്യസ്ത കോണുകളിൽ നിന്ന് ആ സമരത്തിന് പിന്തുണ ലഭിക്കുന്നു. ഈ സർക്കാർ ആ സമരത്തോട് സ്വീകരിച്ച സമീപനം തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുക. അപ്പോൾ നമ്മൾ 10 വർഷം മുമ്പ് കേരളത്തിലുണ്ടായിരുന്ന ഒരു സാംസ്കാരിക പരിസരത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരു കൾച്ചറൽ പൊളിറ്റിക്കൽ പരിസരത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ ഇത്തരം സിവിൽ സൊസൈറ്റിയുടെ വോയിസിന് വാല്യൂ ഉണ്ടായിരുന്നു. ആ സിവിൽ സൊസൈറ്റി എന്ന് പറയുന്ന അവർ ഒപ്പീനിയൻ മേക്കേഴ്സ് ആയിരുന്നു. അത് അവർ രാഷ്ട്രീയ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിന് പുനർചിന്ത നൽകാൻ തക്ക ശക്തിയുള്ള ഒരു സിവിൽ സൊസൈറ്റി കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ സിവിൽ സൊസൈറ്റി ഉണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇന്ന് സിവിൽ സൊസൈറ്റി ഉണ്ട്, അവരിൽ ബഹുഭൂരിഭാഗവും നിശബ്ദരാണ്. ശബ്ദിക്കുന്നവർക്കാകട്ടെ ആ ശബ്ദത്തിന് വിലയില്ലാതാകുന്നു. അത് പ്രേംകുമാർ ആയാലും സച്ചിമാഷായാലും റസൂൽ പൂക്കുട്ടി ആയാലും അവരൊന്നും പറഞ്ഞാൽ ആരും വില വയ്ക്കില്ല. അപ്പോൾ സച്ചിമാഷ് പറഞ്ഞത് എന്താണ്? സച്ചിമാഷ് പറഞ്ഞതിൽ ലോജിക്കൽ എനിക്ക് പ്രശ്നമുണ്ട്. കാരണം ഒരു ഇലക്ഷൻ്റെ മുന്നിൽ നിൽക്കെ CPM ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, LDF ഒരു രാഷ്ട്രീയ മുന്നണിയാണ്. ഒരു തുടർഭരണം ഉണ്ടാകുന്നത് ആ പാർട്ടിക്കും മുന്നണിക്കും ആപത്താണ് എന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ലായ്മയുണ്ട്. അതിന് കാരണം തുടർഭരണം ആപത്താണെന്ന് പറയുമ്പോൾ പിന്നെ LDFും CPM എന്ത് ചെയ്യണം? മത്സരിക്കാതിരിക്കണോ? തോറ്റു കൊടുക്കണോ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. തുടർഭരണ ആപത്താണെങ്കിൽ അപ്പോൾ അങ്ങനെ 2021 തുടർഭരണ ആപത്തല്ലായിരുന്നോ? അത് സച്ചിമാഷ് പറയണ്ടേ? 2021 തുടർഭരണം ഉണ്ടായി. ഒരു മുന്നണി തുടർഭരണം ഉണ്ടാകുന്ന നാടിന് ആപത്താണ് എന്ന് പറയുന്നത് അത് സ്വേച്ഛാധിപത്യപരമാണ് എന്നൊക്കെ വാദിക്കുന്നതിൽ എനിക്ക് ലോജിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ പാർട്ടിയും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്. ഒരു സർക്കാർ ഇലക്ഷനെ നേരിടുന്നത് അവർക്ക് തുടർഭരണം ഉണ്ടാകുന്നത് തന്നെയാണ്. അല്ല ഇത്തവണ ഞങ്ങൾ 5 വർഷം ഭരിച്ചു, അടുത്ത വർഷം UDF ഭരിക്കട്ടെ, ഞങ്ങൾ ഇത്തവണ അങ്ങനെ മത്സരിക്കുന്നില്ല എന്ന് ഏതെങ്കിലും സർക്കാർ പറയുമോ? അതൊരു ലോജിക്കില്ലായ്മയുണ്ട്. അതേസമയം സ്വേച്ഛാധിപത്യ പ്രവണതകൾ ഈ മുന്നണിക്കുണ്ട് എന്നാണ് സച്ചിമാഷ് പറഞ്ഞതെങ്കിൽ നമുക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. ഈ മുന്നണി തുടർഭരണത്താൽ സ്വേച്ഛാധിപത്യപരമായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലോജിക്ക് മനസ്സിലാവും. കാരണം അധികാരപ്രമത്തത LDFിനെ പിടികൂടിയിരിക്കുന്നു. എന്നിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ഇങ്ങനെ എക്സാമ്പിൾസ് പറയുക, ഇന്ന ബിഹേവിയർ ഈ ഭരണകൂടത്തിൽ നിന്നുണ്ടാവുന്നു, അത് തുടർഭരണത്തിൻ്റെ ഒരു ചീത്തവശമാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഇതങ്ങനെയല്ല പറയും. തുടർഭരണം ആപത്താണ് എന്ന് പറയുന്നത് ഒരു അരാഷ്ട്രീയ പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം തുടർഭരണം ഇറ്റ്സെൽഫ് ഒരു പ്രശ്നമല്ലല്ലോ. തുടർഭരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അത് പ്രശ്നമല്ല. പ്രശ്നം എവിടെയാണ്? തുടർഭരണം മൂലം ഒരു മുന്നണിയോ സർക്കാരോ ചീത്തയായി പോകുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ചീത്തയായത് എവിടെയാണെന്ന് സച്ചിമാഷ് ചൂണ്ടിക്കാട്ടണം. ഇന്ന പ്രശ്നങ്ങൾ തുടർഭരണം മൂലം പാർട്ടിക്കും മുന്നണിക്കും സർക്കാരും ഉണ്ടായെന്ന് പറയണം. ഞാൻ അതിന് മാത്രമാണ് എനിക്ക് സച്ചിമാഷിൻ്റെ ആ പ്രസ്താവനയുള്ള വിയോജിപ്പ്. അങ്ങനെയല്ല. സച്ചിമാഷിനെ പോലുള്ളവർ സംസാരിക്കണം. അവർ സംസാരിക്കുന്നതിന് വിലയില്ലാതായ ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയ പരിസരം. യെസ്, അതാണ്. എന്തായാലും ഒരു മാന്യമായ യാത്രയയപ്പ് ലഭിച്ചില്ല. വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞുവിടുന്നത് പോലെ പറഞ്ഞുവിട്ടു എന്ന ഒരു വേദന പ്രേംകുമാറിനുണ്ടായിട്ടുണ്ട് എങ്കിൽ അത് പരിഹരിക്കേണ്ട ബാധ്യത കൂടി സർക്കാരിനുണ്ട് എന്നേ പറയാനുള്ളൂ.